നിങ്ങളുടെ 3 പെൺകൊച്ചുങ്ങളുടെ പേര് എന്ന് പറഞ്ഞേ. എന്നോട് ഒത്തിരി ചിരിക്കുന്നു. ഇല്ല, എന്റെ പേര് ഞാൻ പിന്നെ പറയാം. എന്നാ പോട്ടെ. മൂത്ത ചേച്ചിയുടെ പേര് റോഷ്നി. റോഷ്നി. ഓക്കെ. മറ്റേ മല്ലിക. ആളെ ശരിക്കുള്ള പേര് റീജ എന്നാണ്. ഓക്കെ. അപ്പൊ ഫിലിമിൽ വന്ന് മാറ്റിയതാണ്. ഓക്കെ. അപ്പൊ തന്റെ പേര്? എന്റെ പേര് ഗൗരി. അല്ല, വെരി സോറി. ഇത്ര കൂളായിട്ട് എന്റെ പേര് ഗൗരി എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം ആ ഡയലോഗ് പറയരുതായിരുന്നു. പറഞ്ഞ മോളെ. റിങ്കു. എന്ത്? റിങ്കു. എനിക്ക് സമാധാനായി മോളെ. ഈശ്വരാ. കോളേജിലെ പഠിത്തം കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞു. കുഴപ്പമില്ല. കൊറേ കേട്ടത്. ആമ്പിളാര് വെറുതെ വിട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളില് +2 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ടൈമില് സ്കൂളിന്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു, പെറ്റൊക്കെ ഉള്ളൊരു. അവിടെ ചെന്നിട്ട് ഞങ്ങള് ഒരു പെറ്റിനെ വാങ്ങാൻ പോയതാ, ഞാനും ചേച്ചിയും മമ്മിയായിട്ട് പോയി. പെറ്റിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ അവിടുത്തെ ഒരു അമ്മാവ് ചോദിച്ചു, എന്താ മോളുടെ പേര് ചോദിച്ചു. സ്നേഹത്തിൽ ചോദിച്ചതാവും. ഞാൻ പറഞ്ഞു റിങ്കു. അവര് ഭയങ്കര ചിരിയായിരുന്നു. അവരൊരു ഇവിടെ ഒരു റിങ്കു ഉണ്ട്, ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. നോക്കിയപ്പോ അവിടെ നിന്ന് അകത്തുനിന്ന് വരുന്നൊരു കുഞ്ഞു സാധനം. അതോടെ ഞാൻ പറഞ്ഞു മമ്മിയുടെ എന്റെ പേര് മര്യാദക്ക് മാറ്റിക്കോ. മമ്മി പറഞ്ഞു എനിക്ക് ഫിലിമിൽ പോയി പേര് മാറ്റിക്കോ, അല്ലാണ്ട് ഞാൻ പേര് മാറ്റില്ല എന്ന് പറഞ്ഞു. മാറ്റിയില്ല. അപ്പം ഞാൻ മാറ്റി. എന്നിട്ട് എന്റെ വീട്ടിൽ ഉണ്ണീന്നാ വിളിക്കുന്നത്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉണ്ണി എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായിട്ട് ഒരു ആൺകുട്ടിയുടെ പേരല്ലേ, പെൺകുട്ടികൾക്ക് ഇല്ലല്ലോ. ഞാൻ എന്നിട്ട് കടയിലൊക്കെ പോയിട്ട് ഉണ്ണിമായാന്ന് പറഞ്ഞു. റിങ്കു പറയാൻ പറ്റില്ല, അപ്പൊ ഉണ്ണി പറയാനായിട്ടും പറ്റില്ല, ആൺകുട്ടികളുടെ പേരല്ലേ. അപ്പോൾ പിന്നെ എന്റെ കൂടെ ഒരു ഉണ്ണിമായ. കടയിൽ വരുമ്പോ ചോദിക്കും മമ്മിയുടെ അടുത്ത്, ഉണ്ണിമായിക്ക് സുഖല്ലേ മമ്മി? ഇതാരാ ചേച്ചി? അതാരാ മമ്മി? പിന്നെ മനസ്സിലാവാ ഞാനാന്നുള്ളത്. അപ്പൊ ഗൗരി എന്നുള്ള പേര് അത് ഫിലിമിൽ വന്നിട്ട് ഞാൻ ചെയ്ത ഹരിയേട്ടനാണ് മാറ്റിയത്, സ്ക്രിപ്റ്റ് റൈറ്റർ. വീട്ടിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡാൻസ് അല്ലാതെ? ചേച്ചി കരാട്ട പഠിച്ചിട്ടുണ്ട്. പിന്നെ പരീക്ഷണൊക്കെ എന്റെ മേത്തായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിട്ട് നടക്കാൻ ശേഷിയില്ലാണ്ടായപ്പോ മമ്മി എന്നെ പറഞ്ഞു, നീ നിർത്തിക്കോ, ശരിയാവില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഡാൻസ് പഠിച്ചിട്ടില്ലേ? ഡാൻസ് ചേച്ചിക്ക് മടിയാ. ഡാൻസ് ഒക്കെ ചേച്ചി കളിക്കും, പക്ഷെ ചേച്ചിക്ക് നല്ല മടിയാ. ഞങ്ങൾ അത് മടിയേ ഇല്ല, പോവും, ഭയങ്കര ഇൻട്രസ്റ്റില് പോവും. ഞങ്ങൾ പറഞ്ഞു പോകണ്ട ചേച്ചി, ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞാലും പോവും. ഭയങ്കര ഇഷ്ടമാണ് ആൺപിള്ളേർ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും, അതായത് സ്കൂട്ടർ, അങ്ങനെ ബൈക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ആണാവളതായിരുന്നു, പെണ്ണായി. അല്ല, ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നതാ. ചേച്ചി വന്നിട്ട് ഇപ്പൊ 15 വർഷം കഴിഞ്ഞു. ചേച്ചി അടൂർഗോപാലകൃഷ്ണന്റെ നിഴൽക്കുത്ത്, അതാണ് ഫസ്റ്റ് ഫിലിം. നല്ല ഫിലിമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോഗ്രാഫ്, പിന്നെ തിരുപ്പാച്ചി, അങ്ങനെ തമിഴില് കുറെ പോയി, പിന്നെ തെലുങ്കിൽ ചെയ്തു, കന്നഡ ചെയ്തു, പിന്നെ മലയാളത്തിലേക്ക് വന്നു. മലയാളത്തിൽ വന്നിട്ട് ഒഴിമുറി ചെയ്തു. അങ്ങനെ കുറച്ച് നല്ല 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 പടങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ആള് ഡയറക്ഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ചേച്ചി ഡയറക്ട് ചെയ്ത മോളോട് അഭിനയിക്കാൻ പറഞ്ഞാൽ ചെയ്യോ? ചേച്ചിയുടെ കൂടെ ഞാൻ ചെയ്യണില്ല. നല്ലൊരു ക്യാരക്ടർ തന്നാ ചേച്ചി എന്നിട്ട് ശരിയാക്കൂ. അവിടെ കരാട്ടെ എല്ലാം കാണിച്ചു എന്നാ ചെയ്യല്ലേ? കിക്കൊക്കെ അടിച്ച് ഞാൻ അവിടെ മോളെങ്ങനെയാ വന്നേ ഫിലിമിലേക്ക്? ഞാൻ ചേച്ചിയായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ചേച്ചി പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഫിലിമിന്റെ ഇതിൽ വന്നത് തന്നെ. സർപ്രൈസ് ആയിരുന്നു. ഞാനും മമ്മിയും എന്നെ വിളിച്ചിട്ട് ഒരു വർക്കിൻ്റെ കാര്യത്തിന് വിളിച്ചത്, ചെറിയൊരു ക്യാരക്ടർ. അവിടെ ചെന്നപ്പോഴാണ് എന്നെ കണ്ടപ്പോൾ ആ ക്യാരക്ടറിന് ഞാൻ സൂട്ടല്ല എന്ന് മനസ്സിലായി. അപ്പം എന്നോട് പറഞ്ഞു ഈ ക്യാരക്ടറിന് സൂട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഫീലായി, വിഷമായി. പറഞ്ഞു ഇതല്ല ഞങ്ങൾ നായികയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊമോഷൻ കിട്ടി. അങ്ങനെയാണ് ആ ഫിലിമിലേക്ക് ഞാൻ പോണത്. അത് കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ വർക്ക്. മമ്മിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു, മൂത്തേച്ചിക്കൊന്നും അറിയില്ല. എങ്ങനെ കണ്ടുമുട്ടിയതൊക്കെ? അത് പണ്ട് ചേച്ചിയുടെ വർക്കിന് വേണ്ടിയിട്ട് ഒരു ഏട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അലക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഏട്ടൻ അന്ന് എന്നെ കണ്ടിട്ടുണ്ട്, പിന്നെ ഇച്ചിരി വലുതായപ്പോഴും കണ്ടപ്പോൾ വർക്ക് ഉണ്ട് ചെയ്യുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു.
എനിക്കാണെങ്കിൽ ചെറുതിലേ തൊട്ട് ഭയങ്കര എനിക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഇത് കണ്ണാടി നോക്കി ഒരുങ്ങ അതെടുക്കുക ഡ്രസ്സിനൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എനിക്കിതൊരു അവസരമൊന്നും കിട്ടിയില്ല. അപ്പൊ അവര് ചോദിച്ചു പാച്ചേരി പോയി ചെയ്യാതെ പോയി ചെയ്തത്. മോൾ അഭിനയിച്ച സിനിമ ഏതാ? സൂം. ഓക്കെ. അതിലെ ക്യാരക്ടർ ഹെവി ക്യാരക്ടറാ? ഹെവി അല്ല, നോർമൽ എൻ്റെ ഒരു ക്യാരക്ടർ തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹെവി ആയിട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം എന്താന്ന് വെച്ചാ ഇച്ചിരി അടിച്ചുപൊളിയാണ്. ഇപ്പത്തെ പിള്ളേരെ കുറച്ച് ഇതുണ്ട്. കാര്യം പൈസ ഇല്ലാന്ന് പറയുമ്പോ നായകനെ കളഞ്ഞിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ. കുറച്ചു മുന്നേ എന്നാ ഡയലോഗ് പറഞ്ഞേ? ഞാനുമായിട്ട് ഇച്ചിരി അല്ല ഇച്ചിരി സമയം പറയുമ്പോ ഒരു കാര്യം ആലോചിച്ചോ, എത്ര ആമ്പിള്ളേരെ കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് പേടിയില്ല. ഓക്കെ. എന്നിട്ട് ക്യാരക്ടർ പറഞ്ഞേ? അതിപ്പോ കളഞ്ഞിട്ട് പോകും. പിന്നെ അവസാനം നമുക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് പിന്നെ തിരിച്ചു വരുന്ന ക്യാരക്ടറാണ്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർ വെറുതെ നോക്കി വട്ടാക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെയാണ് ഈ ക്യാരക്ടർ. എനിക്ക് ചെറുതായിട്ട് അങ്ങനെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. പണ്ട് ഉണ്ടായിരുന്നതാ, ഇപ്പോഴല്ല. പണ്ട് നമ്മളങ്ങനെ നല്ല ഇച്ചിരി ഇതായിട്ട് വരുമ്പോ നമ്മൾ അങ്ങോട്ട് വലിയ ആരോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി അങ്ങനെ വായ നോക്കി നടക്കുന്നുള്ളൂ, പക്ഷെ ഒന്നിനും പോയി തലയിടില്ല. അത് പേടിയാ. ഓക്കെ. ഇപ്പം ഈ വട്ടാക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ തനിക്ക്. എടോ, അപ്പം ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം ശരിക്കും ഒരു ചേഞ്ച് വരത്തില്ലേ? പിന്നെ തനിക്ക് ആ ഒരു എന്നാ പറയാ, ആ ഒരു ഫ്രീനെസ് അതൊക്കെ മാറും. പിന്നെ ഈ ഒരു വട്ടാക്കുന്ന ക്യാരക്ടർ ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനൊക്കത്തില്ല. ആ ഒരു ഡിഫറൻസ് നല്ലോണം ഇല്ലായിരുന്നോ? ഇപ്പൊ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്തു? അല്ല, അതിന് ഒരുപാട് എനിക്ക് അങ്ങനെ ഇല്ല. എന്നാലും ചെറിയൊരു നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോ ഒന്ന് നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും ഇല്ല. പക്ഷെ ഇപ്പോ അങ്ങനെ ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല. ഇപ്പൊ റിയലി കുറവാ. പൊതുവെ ഞാൻ ആരും അങ്ങനെ വിളിക്കാറില്ല, ഫോൺ വിളിക്കാറില്ല. അവരാണ് എന്നെ ഇടയ്ക്ക് വിളിക്കാറ്. ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്, എന്താ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പൊതുവെ ഫോൺ വിളിക്കാറില്ല. പിന്നെ കൺട്രോൾ ചെയ്ത് ഇപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീടാണ് ഇപ്പം എല്ലാം. അമ്മേനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. നിങ്ങള് 3 പെൺപിള്ളേരിൽ അമ്മയുടെ ആർക്കാ കൂടുതൽ ഇഷ്ടം? ഇവിടെ ഇരിക്കുന്നോണ്ട് ഞാനാന്ന് പറയണ്ട, ഞാനാന്ന് പറയും. എന്നാ ഫോൺ എടുക്കും, ഞാൻ ഇപ്പൊ വിളിച്ചേക്കട്ടെ. മതിയല്ലോ, എല്ലാവർക്കും മനസ്സിലായി. അമ്മമാരോട് ചോദിക്കും, അമ്മ ഏറ്റവും കൂടുതൽ പെൺപിള്ളേർ അച്ഛൻ്റെ അടുത്ത് കൂടുതൽ അറ്റാച്ച്ഡ് എന്ന് പറയും. എനിക്ക് കുറവാ. കാര്യം ഞാൻ ജനിച്ച പിന്നെ പപ്പ ഫുൾ കുവൈറ്റിലാണ്. പപ്പ പോയി തിരിച്ചു വന്നിട്ട് കുറച്ച് നാൾ നിന്നിട്ടുള്ളൂ. പിന്നെയും പോയി. പിന്നെ തിരിച്ചു വന്ന സമയത്താണ് ആക്സിഡന്റ് ആയിട്ട് പപ്പ മരിക്കുന്നത്. അപ്പൊ അത് കാരണം പപ്പയായിട്ട് ഉണ്ട്, കുറെ ഉണ്ടെങ്കിലും മമ്മിയുടെ അത്രക്കില്ല. മമ്മിയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്നാലും പപ്പായ്ക്ക് പെമ്പിള്ളേർ ഇത്രയും ഫെയിം ആയതും സെലിബ്രിറ്റി ആയതും ഒന്നും കാണാൻ പറ്റിയില്ല. ചേച്ചിയുടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ചേച്ചിക്ക് പപ്പ കുവൈറ്റ് ഇരുന്നിട്ട് പണി കൊടുത്തിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ട്. ഞാൻ മല്ലികയുടെ ഫാനാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. ചേച്ചി ആരാ? ഞാൻ കുവൈറ്റിൽ നിന്നാ വിളിക്കുന്നത്. പപ്പയുടെ സൗണ്ട് പോലെ ഉണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഡൗട്ട്. അന്ന് ലാൻഡ് ഫോണാണ്, മൊബൈലില്ല. അപ്പോ ചേച്ചിക്ക് മൊബൈലില്ല. ചേച്ചി ആരാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു ഞാനാ പപ്പയും ചേച്ചിയായിരുന്നു ഭയങ്കര അടി വെക്കാനും ഇടിക്കാനും. പപ്പയുടെ ഒപ്പം ഇഷ്ടമായിരുന്നു. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ഇങ്ങനെ എല്ലാതും. പപ്പയ്ക്കും മമ്മി അങ്ങനെയാണ് തന്നെ, വലിയ വ്യത്യാസമില്ല. അത്രയും സപ്പോർട്ട്.